വെൽക്കം ബാക്ക് ടു OTT ടാർഗറ്റ്. അപ്പോൾ നമുക്ക് തുടങ്ങാല്ലേ. തുടരും, ജെറി, സർക്കിട്ട്, ആലപ്പുഴ ജിംഖാന, ലൗലി, ബസൂക്ക എന്നിവയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. കൂടുതൽ മൂവി അപ്ഡേറ്റ്സിനായി ഈ ഒരു ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് വീഡിയോ ഇടാൻ പറ്റൂ. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് തരുൺ മൂർത്തി സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായ മലയാള ഫാമിലി കോമഡി സിനിമയായ തുടരുമാണ്. ഈ ഒരു സിനിമ ഏപ്രിൽ 25-നാണ് തിയേറ്ററിൽ റിലീസായത്. ഈ ഒരു സിനിമയെ പറ്റി നല്ല അഭിപ്രായമാണ് പുറത്തു വന്നിരിക്കുന്നത്. മെയ് 30-ന് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അനീഷ് ഉദയ് സംവിധാനം ചെയ്ത ജെറി ഫാമിലി കോമഡി സിനിമയാണ്. ഫിലിം മേക്കേഴ്സ് ടോം ആൻഡ് ജെറി ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ജെറി സിമ്പിൾ സൗത്ത് ആണ് ഇതിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് 30-ന് ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. ഫാമിലി ഡ്രാമ സിനിമയാണ് സർക്കിട്ട്. ആസിഫ് അലി, ദിവ്യ പ്രഭ, ദീപക് എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതിലെ കൊച്ചു പയ്യനായി ഒർഹാൻ തെവാൻ ആണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. UAE താമസിക്കുന്ന ഒരു കപ്പിൾസിന് ADHD രോഗബാധിതനായ ഒരു മകനുണ്ട്. ആ ഒരു മകനെ വളർത്താൻ പാടുപെടുന്നതിനെ കുറിച്ചാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. ഒക്ടോബർ 18-നാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസായത്. ഈ ഒരു സമയത്തോളം ഈ ഒരു സിനിമയെ പറ്റി ഒരു ഇൻഫർമേഷനും അനൗൺസ്മെന്റ് ചെയ്തിട്ടില്ല. മലയാള സ്പോർട്സ് ചിത്രമാണ് ആലപ്പുഴ ജിംഖാന. നെസ്ലിൻ ലുക്മാനാണ് ഈ ഒരു സിനിമയിൽ കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്നത്. ബോർഡ് എക്സാം പൂർത്തിയാക്കിയ ആലപ്പുഴയിലുള്ള 5 കൂട്ടുകാരുടെ കഥയാണ് ഈ ഒരു സിനിമയിലുടനീളം പറയുന്നത്. റൊമാൻറ്റിക് ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. മെയ് അവസാനം അല്ലെങ്കിൽ ജൂൺ ആദ്യവാരം ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാകുന്നതാണ്. മാത്യു തോമസിന്റെ പുതിയ സിനിമയാണ് ലൗലി. ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള മൂവിയാണ്. ശിവാംഗി കൃഷ്ണകുമാറും ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു റൊമാൻറ്റിക് ഫാന്റസി സിനിമയാണ്. ലൗലി മെയ് 16-നാണ് തിയേറ്ററിൽ റിലീസായത്. ഒരു ഫ്രണ്ടായിട്ട് ഒരു ഈച്ചയുള്ള കഥയാണ് മുന്നോട്ട് പോകുന്നുള്ളത്. ഈ ഒരു സിനിമയുടെ യാതൊരു വിവരങ്ങളും ഈ ഒരു സമയത്ത് പുറത്തുവിട്ടിട്ടില്ല. മലയാള ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ബസൂക്ക. ഇതൊരു ഡിഫറെന്റ് സിനിമയാണ് മമ്മൂക്കയുടേത്. ഡിനോ ഡെനീസും ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ജൂൺ 5-ന് ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. കൂടുതൽ OTT അപ്ഡേറ്റ്സിനായി ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.